ഉത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അവന്തികയുടെയും അനിയുടെയും വിവാഹ നിശ്ചയം നടത്താനൊക്കെ തീരുമാനിച്ചിട്ടാണെങ്കിൽ അവിടെ വീട്ടിലെല്ലാവരെയും വിളിച്ചിട്ടൊക്കെ ആണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അനിയടുത്ത് ഒന്നും സമ്മതവും കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ തീരുമാനിച്ച പോലെ കാര്യങ്ങൾ നടക്കട്ടെ, അത് വലിയ രീതിയിലൊന്നും വേണ്ട, ചെറിയ രീതിയിൽ തന്നെ നമുക്ക് കാര്യങ്ങൾ നടത്താമെന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ തീരുമാനം എടുക്കുന്നത്. മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ഈ ഞായറാഴ്ച തന്നെ നമുക്ക് വൈകിട്ട് തന്നെ വിവാഹ നിശ്ചയം ചെറിയ രീതിയിൽ തന്നെ നമുക്ക് നടത്താമെന്നൊക്കെ നമ്മളെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ജലജയ്ക്കാണെങ്കിലും അബിക്കാണെങ്കിലും അവർക്കെല്ലാം സമ്മതമാണല്ലോ, അതിന് പിന്നെ കുഴപ്പമില്ല. അതല്ലെങ്കിൽ ഇനിയിപ്പം ഇത് നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവന്തിക മോളെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. അവർക്കാണെങ്കിൽ പിന്നെ ദേഷ്യമോ അല്ലെങ്കിൽ സങ്കടമോ മാനസിക നിലയായിട്ടൊക്കെ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കുമെന്നൊക്കെ നമ്മൾ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് അനിയടത്തിന് ആരും സമ്മതമൊന്നും ചോദിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ മുത്തശ്ശനാണെങ്കിൽ ആ തീരുമാനമൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് നമ്മൾ നവ്യയാണെങ്കിൽ ഇത് ഒളിഞ്ഞ് നിന്നൊക്കെ നവ്യ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ നവ്യയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്തായാലും എനിക്കാണെങ്കിലും അതുപോലെ നന്ദുവിനും പഴയ രീതിയിൽ അവർക്ക് ഇപ്പോഴും ഇഷ്ടമുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ ഈ കല്യാണം അവർക്ക് നടത്തി കൊടുക്കുന്നൊക്കെ ഒരു തീരുമാനം നമ്മൾ നവ്യ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഇവരെന്തായാലും ഒന്ന് നിരീക്ഷിച്ചേ പറ്റത്തുള്ളൂ, ഇനി ഇവരെ മനസ്സിലിപ്പോൾ എന്താണെന്നും അറിയാൻ വയ്യല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അനിയാണെങ്കിൽ മുത്തശ്ശൻ്റെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാണെങ്കിൽ അനി കയറി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. റൂമിൽ പോയിട്ടാണെങ്കിൽ നന്ദുവിനെ വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് നന്ദുവിൻ്റെ അടുത്ത് കാര്യമൊക്കെ പറയുന്ന സമയത്ത് നന്ദുവിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ നല്ല സങ്കടമൊക്കെ ആവുന്നുണ്ട്. അത് നന്ദു പറയുന്നുണ്ട് എന്ത് ചെയ്യാൻ പറ്റും അനി, മുത്തശ്ശൻ ഇങ്ങനെ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ട് അതല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ഒളിച്ചോടി പോകാനേ നമുക്ക് പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനി പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒളിച്ചോടി പോകണമെന്ന് ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ അനിയും പറയുന്നുണ്ട്. അനിയൊക്കെ കല്യാണം കഴിച്ച് തന്നെ എനിക്കാണെങ്കിൽ സ്വസ്ഥതയും സമാധാനവും പോയിരിക്കുമായിരുന്നു. പിന്നെ ഇനി അവന്തിക എന്നൊക്കെ പറയുന്നുണ്ട്. ആവർത്തനങ്ങൾക്ക് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനി ഇത് പറയുന്നത് നമ്മുടെ ആ നവ്യ കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നവ്യ ചിന്തിക്കുന്നുണ്ട് ഓഹോ അപ്പോഴത്തേക്ക് ഇവരെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അപ്പോഴത്തേക്ക് ഇവരെ തന്നെ കല്യാണം കഴിപ്പിക്കാൻ എന്താ ആർക്കും അതൊന്നും മനസ്സിലാവാത്തതെന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിപ്പം എൻ്റെ അമ്മയെ പറഞ്ഞാൽ മാത്രം മതിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ അനിയുടെ അമ്മയും പറഞ്ഞാൽ മതി, എന്തായാലും ഇവർ തമ്മിൽ അവർ ഇഷ്ടമുള്ളത് സ്ഥിതിക്ക് എന്തായാലും ഇവരെ തന്നെ കല്യാണം കഴിപ്പിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്തായാലും കല്യാണം കഴിച്ച് എന്തായാലും കുറച്ച് നാൾ എന്തായാലും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ കാണും, അത് കഴിയുമ്പോഴത്തേക്ക് അതെല്ലാം അങ്ങ് ശരിയായിക്കോളും. ഇപ്പം എൻ്റെ നയനയുടെ ജീവിതം അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, ആദ്യം പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ, പിന്നെ അതൊക്കെ അങ്ങ് ശരിയായി. ഇപ്പം അവളെ ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ സ്നേഹിക്കുകയും വെക്കുകയൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ അങ്ങ് ആയിക്കോളും എന്നൊക്കെ നമ്മളെ നവ്യ ചിന്തിക്കുന്നുണ്ട്. നമ്മളെ നവ്യയാണെങ്കിൽ അവന്തിക അടുത്ത് സംസാരിക്കാൻ വേണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ അടുത്തൊന്ന് സംസാരിച്ച് നോക്കാം, ഇവളെ മനസ്സിരിപ്പോൾ എന്താണെന്നൊക്കെ അറിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ അവന്തിക അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്തായാലും ഒന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ ഇവിടെ നിർത്തണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവളുടെ അമ്മയ്ക്കാണെങ്കിലും അവളുടെ അമ്മയുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അതൊക്കെ പറഞ്ഞ് എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയൊക്കെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നവ്യയാണെങ്കിൽ അവന്തിക അടുത്ത് പോകുന്നുണ്ട് കേട്ടോ. പോയിട്ടാണെങ്കിൽ അവന്തിക അടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് അനിയെ ഇഷ്ടമാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അനി കല്യാണത്തിന് സമ്മതിച്ചോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ അവന്തിക പറയുന്നുണ്ട് അനിയേട്ടന് ഇതൊരിക്കലും സമ്മതമൊന്നും മൂളിയിട്ടില്ല, പക്ഷേ എനിക്കാണെങ്കിൽ കുഞ്ഞുനാൾ തൊട്ടേ അനിയേട്ടനെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഞാനത് ഇവിടെ ആരുടെടുത്തും പറഞ്ഞിട്ടും വെച്ചിട്ടും ഒന്നും ഇല്ലായിരുന്നു എന്നൊക്കെ ഇങ്ങനെ നമ്മൾ അവന്തിക പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന്തിക പറയുന്നുണ്ട് എന്തായാലും ഇപ്പം അനിയേട്ടൻ്റെ ആണെങ്കിലും ഇപ്പോഴും ജീവിതവും ഇങ്ങനെ നിൽക്കുമല്ലേ, ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അനിയേട്ടൻ്റെ അടുത്ത് അവർ ഇഷ്ടം ഞാൻ മുത്തശ്ശൻ്റെ അടുത്തും അനിയേട്ടൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞതൊക്കെ അവന്തിക പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ നവ്യാണെങ്കിൽ ചോദിക്കുന്നുണ്ട് നിനക്കാണെങ്കിൽ അനിയും നന്ദുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ അറിയാമെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ അവന്തിക പറയുന്നുണ്ട് അതൊക്കെ എനിക്കറിയാലോ, പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഫ്രണ്ട്സ് ആണെന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നവ്യ പറയുന്നുണ്ട് എന്തായാലും അവന്തിക നീ എടുത്ത് തീരുമാനം ഒരു തെറ്റ് തന്നെയാണ്, ഇപ്പോഴും അവർ തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ നവ്യയാണെങ്കിൽ അവന്തിക അടുത്ത് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിലും നമ്മൾ അവന്തിക അടുത്ത് നമ്മൾ നവ്യ ചോദിക്കുന്നുണ്ട് നീ ഇപ്പോഴും എന്ത് അധികാരത്തിലാണ് നീ അനിയെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ ആഗ്രഹിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇപ്പം നിൻ്റെ മുറച്ചെറുക്കൻ എന്നുള്ളൊരു ബന്ധത്തിലാണോ നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതെന്തായാലും നിനക്ക് തെറ്റാണ്, നിൻ്റെ അമ്മ എന്തായാലും ഇവിടുത്തെ മോളല്ലല്ലോ, അപ്പോഴത്തേക്ക് എന്തായാലും അനി നിൻ്റെ മുറച്ചെറുക്കനാവാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്താണെങ്കിൽ അവന്തിക്ക് ഇങ്ങനെ ഷോക്കായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്താ പറയുന്നത് എൻ്റെ അമ്മ ഇവിടുത്തെ മോളല്ലെന്നൊക്കെയാണോ പറയുന്നതൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ നവ്യ പറയുന്നുണ്ട് അത് ഇവിടുത്തെ മൂർത്തി മുത്തശ്ശൻ എടുത്ത് വളർത്തിയതാണ് നിൻ്റെ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും നീ ഈ ഒരു വിവാഹത്തിൽ നിന്ന് നീ മാറിയേ പറ്റത്തുള്ളൂ, അനിയും നന്ദുമായിട്ട് ഇപ്പോഴും അവർ തമ്മിൽ നല്ല ബന്ധത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും നീ ആ ഈ ഒരു വിവാഹത്തിന് നീ സമ്മതിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നവ്യാണെങ്കിൽ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ നിൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ തന്നെ എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചന്തുമോളുടെ അച്ഛൻ അഭിയാണെന്നുള്ള സത്യവും കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോൾ ഇനി എനിക്ക് ഞാൻ പറഞ്ഞിട്ട് സത്യങ്ങൾ പറയുകയൊക്കെ ചെയ്തിട്ട് നിൻ്റെ ഏട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കേണ്ട ആവശ്യം മാത്രമേ എനിക്കുള്ളെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അനഘയുടെ കാര്യമൊക്കെ നമ്മൾ നവ്യ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനി നിൻ്റെ ഏട്ടൻ പോയി ജയിലിൽ കിടക്കണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് ഈ കല്യാണത്തിൽ നിന്ന് നീ പിന്മാറണമെന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ അനിയത്തിയാണെങ്കിലും ഒരുപാടാണെങ്കിലും സങ്കടപ്പെടുകയും വയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അനിയുടെ കാര്യത്തിൽ. അതുകൊണ്ട് നീതിയിൽ നിന്ന് ഒഴിഞ്ഞ് മാറണമെന്നൊക്കെ നമ്മൾ നവ്യയാണെങ്കിൽ ഒന്ന് ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെ ആണെങ്കിൽ നവ്യ പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അവന്തികയാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യാത്ത ഒരവസ്ഥയിൽ നമ്മൾ അവന്തികയെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി കല്യാണത്തിന് സമ്മതം മൂടണോ അതോ കല്യാണത്തിൽ നിന്ന് പിന്മാറണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണെങ്കിൽ നമ്മൾ അവന്തികയെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്തൊന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.